ആഹാ, എത്ര സുന്ദരമായ റബ്ബർ തോട്ടം. ഔട്ട്സ്കേർട്ടിട്ട് നിൽക്കുന്ന റബ്ബർ മരങ്ങളെ കണ്ടാൽ വിമൻസ് കോളേജിലേക്ക് പോകുന്ന തരണീമണികളെ പോലെ ഇല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, റബ്ബറിന്റെ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പാതാളത്തിലെ മാവേലിക്കും താഴെയായി. മാവേലി ഞങ്ങൾ തന്നെ പണമായിട്ട് എന്താ ബന്ധം? അതെ, പണം. പണമാണല്ലോ പ്രശ്നം. ഈ തോട്ടം ലീസിനെടുത്തപ്പോ ഞാൻ വിചാരിച്ചില്ല പണത്തിന്റെ മൂല്യം റബ്ബറിനേക്കാളും താഴുവെന്ന്. എന്റെ പൊന്നു സ്നേഹിതന്മാരെ, പരമ നഷ്ടമായിരുന്നു ഈ കച്ചവടവും. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഇന്ന് തരാന്നാ പറഞ്ഞത്. ഇന്ന് തന്നില്ലെങ്കിൽ നിന്റെ അണപ്പല് ഞാൻ തെറിപ്പിക്കും. എന്നാ പിന്നെ ഈ വലത്തെ അണപ്പല് തെറിപ്പിക്കാൻ പറയൂ. ഞാനത് പറപ്പിക്കാൻ വെച്ചിരിക്കുക. കാശ് വെച്ചിട്ട് സംസാരിക്കണം. ചേട്ടൻ കൈവിട്, കാശ് ഞാൻ തരാം. എന്റെ ഗതികേട് കൊണ്ടാവും ഈ മൽബറി തോട്ടം ഇങ്ങനെ ആയി പോയത്. ഈ മൽബറിയിൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തി അവയെ പുഴുങ്ങി പട്ടുനൂലുണ്ടാക്കി കയറ്റി അയച്ച് നിങ്ങളുടെയൊക്കെ കാശ് തിരിച്ചു തരണോന്നാ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായിന്നാ പറയണേ? അതിനേക്കാളും വലിയ പുഴുക്കൾ വന്ന് ഈ ചെടിയിൽ നിന്ന് ആ പുഴുക്കളെ നിന്ന് എന്റെ കയറ്റുമതി സ്വപ്നമാകെ തകർത്തു. ഇനിയിപ്പൊ നിങ്ങളെ ബസ് കയറ്റി വിടാൻ എനിക്ക് നിവൃത്തിയുള്ളൂ. ഞങ്ങളോട് വാങ്ങിയ കാശ് നീ ഇന്ന് 5 മണിക്കാൻ തരാന്ന് സത്യം ചെയ്ത് പറഞ്ഞതല്ലടാ മൽബറി. അതിന് തെറി പറയരുത്. 5 അല്ല 6 മണിന്നാ പറഞ്ഞ. 6 മണി അല്ല 5 മണിന്നാ നീ പറഞ്ഞ്. ശരി, 5 5 ലേറ്റ് ആവരുത്. എന്തായാലും ഒരു 15 മിനിറ്റ് മുമ്പ് എത്തിക്കോളൂ. ആ പിന്നെ സ്ഥലം എവിടെയാണെന്നറിയോ? കടലിലേക്ക് നീണ്ടെടുക്കുന്ന പാലം. കടൽപ്പാലം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. 5 മണി എന്ന് പറഞ്ഞ 5 മണി. ഇത്രയും കൃത്യമായിട്ട് കൃത്യനിഷ്ഠ പാലിക്കുന്ന മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. കായ കൊടുത്ത് തുടങ്ങിയോ? ഇല്ല, വേവലാതിപ്പെടേണ്ട, അവിടെ നിൽക്കേട്ടാ. പരിപാടി തുടങ്ങാൻ പോണേ ഉള്ളൂ. എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ഞാൻ പേര് വിളിക്കുന്നവര് എത്തിച്ചേർന്നുണ്ടെങ്കിൽ ഹാജര് പറഞ്ഞാ മതി. തെങ്ങിൻ തോട്ടില് കാതർ കുഞ്ഞ് 12,300 രൂപ ഹാജർ. കീഴടുത്ത് പ്രഭാകരൻ 13,900. പലിശ അടക്കോട്ടോ. അതൊക്കെ അവിടെ ആദ്യം എന്റെ കാശ് എന്നെ പിരിച്ചുവിട്. ഹായ്, ഞാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കാനുള്ള ആളാ തൊമ്മിച്ചൻ. എന്താ തൊമ്മിച്ചൻ ലേറ്റ് ആയത്? പറഞ്ഞ് ലേറ്റ് ആക്കാതെ കാശാടാ. ഈ തൊമ്മിച്ചന്റെ കണക്കുൾപ്പെടെ ഞാൻ ആകെ തരാനുള്ളത് 7,49,000 രൂപ. പക്ഷേ ഇപ്പൊ അത്ര എന്റെ കയ്യിലില്ല. ഒരു ശകലം കുറവുണ്ട്. അത് നമുക്ക് പരിഹരിക്കാം. എത്ര കുറവുണ്ട്? 7,49,000 തന്നെ കുറവുണ്ട്. അതെടുക്കരുത്. അത് എലിവിഷോ? വിഷോ? അതെ ചേട്ടാ, വിഷോ. പൊട്ടാസ്യം സൈനൈഡ് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതുമായിട്ട് നടക്കുന്നേ ഉള്ളൂ. ഏത് നിമിഷം എനിക്കിത് അത്യാവശ്യമായിട്ട് വന്നേക്കും. വലിച്ചെറിഞ്ഞ് കളയണോ അത്? കണ്ട, ചാകാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ദേ എനിക്ക് ആരോടും ദേഷ്യമില്ലാട്ടോ. വന്നിട്ട് കുറെ നേരമായോ? ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തില് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും വഞ്ചിക്കില്ല. എല്ലാവരുടെ പണവും കൃത്യമായിട്ട് കിട്ടും. ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ തുടങ്ങി. ഒന്ന് പൊട്ടുമ്പോ അടുത്തേൽ രക്ഷപ്പെടാന്ന് കരുതി. പക്ഷെ എല്ലാം പൊട്ടി. അങ്ങനെ അവസാനം ഞാനൊരു പടക്ക കമ്പനി തുടങ്ങി. അതാണെങ്കിൽ പൊട്ടിയുമില്ല. അപ്പൊ അതെങ്ങനെ ഉണ്ടല്ലോ. അത് വിറ്റിട്ട് എന്റെ കാശിങ് താടാ. പൊട്ടാതിരുന്നത് പടക്കമാണ് ചേട്ടാ. പടക്കം പൊട്ടാതായപ്പോ ആ കമ്പനിയും പൊട്ടി. എന്റെ അച്ഛൻ എന്നെ കുറിച്ച് എപ്പോഴും പറയും, എന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുമെന്ന്. ശരിയാ, ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ കടക്കാരനായ ചെറുപ്പക്കാരൻ ചിലപ്പോ ഞാൻ മാത്രമേ ഉണ്ടാവൂ. മനഃപൂർവ്വമല്ല, സംഭവിച്ചുപോയി. ഇനിയിപ്പോ എന്റെ മുമ്പിൽ ഒരു വഴിയേ കാണുന്നുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് 5 വർഷത്തെ സാവകാശം തരണം, അല്ലെങ്കിൽ ഞാൻ ഈ കടലിൽ ചാടി ചാകണം. ആ വേല ഞങ്ങളോട് വേണ്ട മോനെ. അങ്ങനെ നീ ചാടുന്നെങ്കിൽ ചാട്. എന്റെ കാശ് ഞാൻ ഉപേക്ഷിച്ചേക്കാം. ചാടാം. ഞാനൊരു വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. അത് താമസിയാണ്ട് കിട്ടും. കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു വാരം ചെയ്യണം. നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ അറിയാണ്ട് കാല് തെറ്റി കടലിൽ വീണതാണെന്ന് പറയണം. അപകട മരണം ആവുമ്പോ ഇൻഷുറൻസ് തുക ഇരട്ടി കിട്ടും. അതും കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളുടെയൊക്കെ കടം വീട്ടും. മോനെ ഉണ്ണി, ഇത് നമ്മളോട് വേണ്ട. ഈ നമ്പർ ഒന്നും നമ്മളെടുത്ത് എടുക്കണ്ട. ഇതൊരു നമ്പറാ, അവസാനത്തെ നമ്പർ. ജീവിക്കാൻ കൊതിയിലഞ്ഞിട്ടല്ല, വേറൊരു മാർഗമില്ലഞ്ഞിട്ടാ. എന്നെ അടുത്തറിയാവുന്നവര് സമ്മതിക്കും എന്റെ ഈ തീരുമാനം ശരിയായിരുന്നു. ഉണ്ണി, ബൈ, ഗുഡ് ബൈ.